ഹായ് ഫ്രണ്ട്സ്, കാർവേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് 76,000 രൂപ മുതൽ വില വരുന്ന കുറച്ച് ഫാമിലി കാറുകളെ കുറിച്ചാണ്. കൂടുതലും പ്രവാസികൾ ചോദിച്ചിരുന്ന ഒരു കാറാണ് ടൊയോട്ടയുടെ ഇന്നോവ, അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ റിറ്റ്സ്, ബ്രെസ, അങ്ങനത്തെ കുറച്ച് കാറുകളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാറുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വീഡിയോ കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കാറുകൾക്കൊക്കെ ലോൺ സൗകര്യം ലഭ്യമാണ്. ഏകദേശം ഒരു 90% വരെ ലോൺ ലഭിക്കും. കേരളത്തിലെ എല്ലാ ജില്ലയിലും ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഹോണ്ട സിറ്റി പരിചയപ്പെടാം. 2009 മോഡൽ, പെട്രോൾ എഞ്ചിനാണ്. ZX ആണ് ഈ കാറിൻ്റെ വേരിയൻറ്റ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല, ഫ്ലഡ് എഫക്റ്റഡ് അല്ല. പുതിയ ഇൻഷുറൻസ് ഈ കാറിന് ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ കണ്ടീഷനുള്ള ഒരു കാർ തന്നെയാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ്, ABS ബ്രേക്കിംഗ് സിസ്റ്റം, അലോയ് വീൽസ് ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 1500 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ. 1 ലിറ്റർ പെട്രോളിൽ 14 മുതൽ 17 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. കാസർഗോഡാണ് ഈ കാറുള്ളത്. 3,10,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്തതായി മാരുതി സുസുക്കിയുടെ ആൾട്ടോ പരിചയപ്പെടാം. 2017 ഈ കാറിൻ്റെ മോഡൽ. LXi ആണ് വേരിയൻറ്റ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പാണ് ഈ കാറിനുള്ളത്. ഈ കാറിൻ്റെ സർവീസുകളെല്ലാം തന്നെ കമ്പനി സർവീസുകളാണ്. സർവീസ് ബുക്ക് ഈ കാറിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പെയർ കീ ഉണ്ട്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. ഈ കാർ ഫ്ലഡ് എഫക്റ്റഡ് അല്ല. 800 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ വരുന്നത്. 1 ലിറ്റർ പെട്രോളിൽ 18 മുതൽ 20 വരെ ഈ കാറിന് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈ കാറ് പെരിന്തൽമണ്ണ രജിസ്ട്രേഷനാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 4 പുതിയ ടയറുകളാണ് ഈ കാർ നിലവിലുള്ളത്. ഈ കാറിന് ലോൺ സൗകര്യം ലഭ്യമാണ്. 2.5 ലക്ഷം രൂപ വരെ ഈ കാറിന് ലോൺ ലഭിക്കും. 2,75,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. 25,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് നൽകിയാൽ ഈ കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ കാറുള്ളത് പെരിന്തൽമണ്ണയിലാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ടൊയോട്ടയുടെ ഇന്നോവ പരിചയപ്പെടാം. 2008 ഈ കാറിൻ്റെ മോഡൽ. 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. G4 ആണ് വേരിയൻറ്റ് വരുന്നത്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷനാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. 2,500 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ വരുന്നത്. 1 ലിറ്റർ ഡീസലിൽ 10 മുതൽ 12 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഈ കാർ ഫ്ലഡ് എഫക്റ്റഡ് അല്ല. ഈ കാറിൻ്റെ ഇൻഷുറൻസ് വാലിഡിറ്റി 8 മാസം കൂടെ ഉണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ പുതിയ ടയറുകളാണ് നിലവിൽ ഈ കാറിനുള്ളത്. നിലവിൽ നല്ല കണ്ടീഷനുള്ളൊരു കാർ തന്നെയാണ്. പെരിന്തൽമണ്ണയിലാണ് ഈ കാറുള്ളത്. 4,70,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ ആൾട്ടോ പരിചയപ്പെടാം. LXi ആണ് വേരിയൻറ്റ്. 2006 ഈ കാറിൻ്റെ മോഡൽ. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഈ കാർ ഫ്ലഡ് എഫക്റ്റഡ് അല്ല. പുതിയ ടയറും പുതിയ ബാറ്ററിയും ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 800 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ. 1 ലിറ്റർ പെട്രോളിൽ 17 മൈലേജ് ഈ കാറിന് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ ഈ കാറുള്ളത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ എന്ന സ്ഥലത്താണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാം. 76,000 രൂപയാണ് ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ റിറ്റ്സ് ആണ് അടുത്തതായി പരിചയപ്പെടുത്തുന്നത്. 2010 മോഡൽ. VDI ആണ് ഈ കാറിൻ്റെ വേരിയൻറ്റ്. ഡീസൽ എഞ്ചിനാണ്. 1,250 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ. 1 ലിറ്റർ ഡീസലിൽ 17 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഫ്ലഡ് എഫക്റ്റഡ് അല്ല ഈ ഒരു കാറ്. ഫുൾ കവർ ഇൻഷുറൻസ് നിലവിൽ ഈ കാറിന് ഉൾപ്പെടുന്നുണ്ട്. 4 പുതിയ ടയറുകളാണ് നിലവിൽ ഈ കാറിനുള്ളത്. എക്സ്ചേഞ്ച് സൗകര്യം ഈ കാറിന് ലഭ്യമാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറുള്ളത് മൂവാറ്റുപുഴയിലാണ്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 2,40,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. മഹീന്ദ്രയുടെ ഥാർ പരിചയപ്പെടാം. CRDE 4x4 ആണ് വേരിയൻറ്റ് വരുന്നത്. 2017 മോഡൽ. സിംഗിൾ ഓണർഷിപ്പുള്ള ഈ ഒരു ജീപ്പിന് ഡീസൽ എഞ്ചിനാണ്. 25,000 കിലോമീറ്റർ ഈ ജീപ്പ് ഇതുവരെ ഓടിയിട്ടുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ പുതിയ ടയറുകളാണ് ഈ ജീപ്പിനുള്ളത്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഈ ജീപ്പ് ഫ്ലഡ് എഫക്റ്റഡ് അല്ല. നിലവിൽ കണ്ടീഷനുള്ള ഒരു ജീപ്പാണ്.
2500 cc ആണ് ഈ ജീപ്പിൻ്റെ എൻജിൻ പവർ വരുന്നത്. 1 ലിറ്റർ ഡീസലിൽ 14 മുതൽ 17 വരെ മൈലേജ് ലഭിക്കും. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, അലോയ് വീൽസ് ഈ ജീപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. KL18 വടകര രജിസ്ട്രേഷനാണ് ഈ ജീപ്പ് ഉള്ളത്. 8,69,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ജീപ്പ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. മാരുതി സുസുക്കിയുടെ ആൾട്ടോ K10 പരിചയപ്പെടാം. 2015 മോഡൽ. LXi ആണ് വേരിയൻ്റ് വരുന്നത്. 62,000 കിലോമീറ്ററാണ് ഇതുവരെ ഈ കാറ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഈ കാറ് ഫ്ലഡ് എഫക്റ്റഡ് അല്ല. 800 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ. 1 ലിറ്റർ പെട്രോളിൽ 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് പ്ലെയർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ ഷോറൂം കണ്ടീഷനുള്ള ഒരു കാറാണ്. ഈ കാറിന് ലോൺ സൗകര്യം ലഭ്യമാണ്. 80% വരെ ടയർ കണ്ടീഷൻ ഈ കാറിന് നിലവിലുണ്ട്. ഈ കാറുള്ളത് തിരുവനന്തപുരത്താണ്. 2,80,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. 2,35,000 രൂപ വരെ ഈ കാറിന് ലോൺ ലഭിക്കും. 45,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് നൽകിയാൽ നിങ്ങൾക്ക് ഈ കാർ സ്വന്തമാക്കാം. ഈ കാറിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ടൊയോട്ടയുടെ ഇന്നോവ പരിചയപ്പെടാം. 2008 മോഡൽ. ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. 1,88,000 കിലോമീറ്റർ ഈ കാർ ഇതുവരെ ഓടിയിട്ടുണ്ട്. G4 ആണ് വേരിയൻ്റ് വരുന്നത്. 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 2,500 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ. 1 ലിറ്റർ ഡീസലിൽ 10 മുതൽ 12 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈ കാറ് 7 സീറ്റർ ആണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. ഈ കാറ് ഫ്ലഡ് എഫക്റ്റഡ് അല്ല. പുതിയ 2 ടയറുകൾ ഈ കാറിന് ഉൾപ്പെടുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് പ്ലെയർ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. 5,80,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ ബ്രസ പരിചയപ്പെടാം. 2017 മോഡൽ. ZDI ആണ് വേരിയൻ്റ് വരുന്നത്. 40,000 കിലോമീറ്റർ ഈ കാർ ഇതുവരെ ഓടിയിട്ടുണ്ട്. നിലവിൽ കണ്ടീഷനുള്ള ഒരു കാറാണ്. ഡീസൽ എഞ്ചിനാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. ഈ കാറ് ഫ്ലഡ് എഫക്റ്റഡ് അല്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, ABS ബ്രേക്കിംഗ് സിസ്റ്റം, അലോയ് വീൽസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ലോൺ സൗകര്യം ഈ കാറിന് ലഭ്യമാണ്. 1,250 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ വരുന്നത്. 1 ലിറ്റർ ഡീസലിൽ 20 മൈലേജ് ഈ കാറിന് ലഭിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് ഈ കാറുള്ളത്. 8,70,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. 2017 മോഡൽ ഹ്യുണ്ടായി ക്രെറ്റ പരിചയപ്പെടാം. SX ആണ് ഈ കാറിൻ്റെ വേരിയൻറ്റ്. 15,000 കിലോമീറ്റർ ഈ കാർ ഇതുവരെ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ കാറുള്ളത്. ഫുൾ ഷോറൂം സർവീസ് ഉള്ളൊരു കാറാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. ഫ്ലഡ് എഫക്റ്റഡ് അല്ല. CRDI ഡീസൽ എഞ്ചിനാണ് ഈ കാറ്. 1,600 cc ആണ് എൻജിൻ പവർ വരുന്നത്. 1 ലിറ്റർ ഡീസലിൽ 17 മുതൽ 19 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. 5 സീറ്റർ ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, ABS ബ്രേക്കിംഗ് സിസ്റ്റം, എയർ ബാഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അലോയ് വീൽസ്, മ്യൂസിക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് ലോൺ അവൈലബിൾ ആണ്. 9 ലക്ഷം രൂപ വരെ ഏകദേശം ലോണ് ഈ കാറിന് ലഭിക്കുന്നുണ്ട്. 12,30,000 രൂപയാണ് ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. ഈ കാറുള്ളത് പൊന്നാനിയിലാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. 2015 മോഡൽ ടൊയോട്ടയുടെ ഇന്നോവ പരിചയപ്പെടാം. 2.5 G ആണ് ഈ കാറിൻ്റെ വേരിയൻറ്റ്. 1,60,000 കിലോമീറ്റർ ഈ കാർ ഇതുവരെ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷനുള്ളൊരു കാറാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഈ കാർ ഫ്ലഡ് എഫക്റ്റഡ് അല്ല. 90% വരെ ഈ കാറിന് ടയർ കണ്ടീഷൻ ഉണ്ട്. 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 2,500 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ. 1 ലിറ്റർ ഡീസലിൽ 10 മുതൽ 12 വരെ ഈ കാറിന് മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം, 2 എയർ ബാഗ് ഈ കാറിന് ഉൾപ്പെടുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് ഈ കാറുള്ളത്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 11.5 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ കാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. വോക്സ്വാഗൻ വെൻഡോ പരിചയപ്പെടാം. 2012 ഈ കാറിൻ്റെ മോഡൽ. TDI വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു കാറ് 1 ലക്ഷം കിലോമീറ്ററാണ് ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത്. ഈ കാറിന് സെക്കൻഡ് ഓണർഷിപ്പാണുള്ളത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഈ കാർ ഫ്ലഡ് എഫക്റ്റഡ് അല്ല. നിലവിൽ ഷോറൂം കണ്ടീഷനുള്ളൊരു കാറാണ്. 1.6 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 1,600 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ വരുന്നത്. 1 ലിറ്റർ ഡീസലിൽ 18 മുതൽ 20 വരെ മൈലേജ് ഈ കാറിന് ലഭിക്കുന്നുണ്ട്.
നിലവിൽ കണ്ടീഷനുള്ള ടയറുകളാണ് ഈ കാറിൽ ഉൾപ്പെടുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് ലോൺ സൗകര്യം ലഭ്യമാണ്. എറണാകുളത്താണ് ഈ കാറുള്ളത്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 3,40,50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ കാറുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വാഹനങ്ങളുടെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.